സംസ്ഥാനത്ത് ബി.ജെ.പി. ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുന്നു. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. ഇന്നലെ പുലർച്ചെ ബി.ജെ.പി. സമരപ്പന്തലിന് സമീപം മധ്യവയസ്കൻ ആത്മഹത്യ ചെയ്തതിനെ തുടർന്നാണ് ബി.ജെ.പി. ഹർത്താൽ പ്രഖ്യാപിച്ചത്. അതേസമയം ബി.ജെ.പിയുടെ അനാവശ്യ ഹർത്താലിനെതിരെ പ്രതിഷേധം ശക്തമാണ്. എല്ലാ മേഖലയിലും ബി.ജെ.പിയുടെ ഹർത്താലിനെതിരെ രൂക്ഷമായ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അനാവശ്യ ഹർത്താലാണ് എന്ന ഒരു വികാരമാണ് പൊതുസമൂഹത്തിനിടയിൽ ബി.ജെ.പി. ഹർത്താലിനെതിരെ ഉണ്ടായിരിക്കുന്നത്. തുടർച്ചയായി ഇന്ന് ബി.ജെ.പി. നടത്തുന്ന ഹർത്താലിനെതിരെ പൊതുജന പ്രതിഷേധം വളരെ ശക്തമായ രീതിയിൽ വരികയാണ്. ബി.ജെ.പിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വരെ പൊതുജനങ്ങളുടെ വലിയ പ്രതിഷേധം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒപ്പം തന്നെ ഇന്ന് ഒടിയൻ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം കൂടിയായിരുന്നു. മോഹൻലാൽ ആരാധകരുടെ കൂടി പ്രതിഷേധം ഈ വിഷയത്തിൽ ബി.ജെ.പിക്ക് നേരിടേണ്ടി വരുന്ന ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഹർത്താൽ പ്രഖ്യാപിച്ച് ബി.ജെ.പി. വെട്ടിലായിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. ദിനകർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ദിനകർ, എന്താണ് തിരുവനന്തപുരത്തെ ഒരവസ്ഥ ഹർത്താലിൽ? ഈ തുടർച്ചയായുള്ള ഹർത്താൽ പ്രഖ്യാപിച്ച് ജനത്തെ വലയ്ക്കുകയാണ് ബി.ജെ.പി. വളരെ വലിയ പ്രതിഷേധമാണ് ബി.ജെ.പിക്കെതിരെ പൊതുസമൂഹത്തിൽ നിന്നും ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഹർത്താൽ പ്രഖ്യാപിച്ച് സ്വയം വെട്ടിലായിരിക്കുകയാണോ അവർ? മനു, രാവിലെ 6 മണിക്ക് ആരംഭിച്ച ഹർത്താൽ ഇപ്പോഴും തുടരുകയാണ്. വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. തലസ്ഥാന നഗരിയിൽ പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. പോലീസിന്റെ പ്രൊട്ടക്ഷനോടുകൂടി ചില ഇടങ്ങളിൽ സർവീസ് നടത്തുന്നുണ്ട്. സർവീസ് നടത്തുന്ന ഇടങ്ങളിൽ ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടാവുന്നത് മൂലമാണ് സർവീസ് നടത്താത്തത്. കാരണം KSRTCക്ക് വലിയ നഷ്ടം സഹിക്കേണ്ടി വരും. അതോടൊപ്പം സ്വകാര്യ വാഹനങ്ങളും ഓട്ടോറിക്ഷകളും മറ്റും നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങളും മറ്റും നിരത്തിൽ സുഗമമായി തന്നെ ഓടുന്നുണ്ട്. ഹർത്താലിനോട് ജനങ്ങൾക്ക് പൊതുവെ ഒരു തണുപ്പൻ പ്രതികരണമാണ് ഉള്ളത്. ഹർത്താലിനെതിരെ ഒരു വികാരം ജനങ്ങൾക്കിടയിൽ പൊതുവായി ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം ശബരിമല ഇഷ്യൂ ഉയർത്തിക്കൊണ്ട് ഇത് 5ാം തവണയാണ് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ ഹർത്താൽ നടത്തുന്നത്. അത് ജനങ്ങൾക്കിടയിൽ വല്ലാത്ത ഒരു കടുത്ത പ്രതിഷേധമാണ് ഉയർത്തുന്നത്. കാരണം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എന്നുണ്ടായിരുന്നു. ആ പരീക്ഷകളെല്ലാം മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതോടൊപ്പം തന്നെ നിരവധി വിവാഹങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച വിവാഹങ്ങൾ ഇന്ന് നടക്കേണ്ടതുണ്ട്. അത്തരക്കാരെയും വല്ലാതെ ഈ ഹർത്താൽ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ കൃത്യമായ ഒരു ആവശ്യം ഉയർത്തിക്കൊണ്ടല്ല ബി.ജെ.പിയുടെ ഈ ഹർത്താൽ എന്നുള്ള വസ്തുത കൂടിയുണ്ട്. കാരണം ബി.ജെ.പി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തുന്നു. ആ സമരപ്പന്തലിലേക്ക് ഓടിക്കയറി ഒരാൾ ആത്മഹത്യാ ശ്രമം നടത്തി. അത് അയ്യപ്പ ഭക്തനാണ്, അല്ലെങ്കിൽ അവരുടെ സമരത്തെ അനുകൂലിച്ച് അല്ലെങ്കിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് മനംനൊന്താണ് അയ്യപ്പ ഭക്തൻ ആത്മഹത്യ ചെയ്തത് എന്നായിരുന്നു ബി.ജെ.പിയുടെ ആക്ഷേപം, പ്രതിഷേധം. ആ അയ്യപ്പ ഭക്തന് അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അയാൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹർത്താൽ നടത്തുന്നത് എന്നാണ് ബി.ജെ.പി. പ്രവർത്തകർ പറയുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ മരണമൊഴി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. മരണമൊഴിയിൽ വേണുഗോപാലൻ നായർ വ്യക്തമാക്കുന്നത്, ആത്മഹത്യ ചെയ്ത വേണുഗോപാലൻ നായർ വ്യക്തമാക്കിയത് മജിസ്ട്രേറ്റിന് മുന്നിലാണ് മൊഴി നൽകിയത്. ഈ മരണമൊഴിയിൽ അദ്ദേഹം വ്യക്തമാക്കിയത് താൻ ജീവിതം മടുത്തു എന്നും ലോകത്തോടും ജനങ്ങളോടും അല്ലെങ്കിൽ തനിക്ക് ദേഷ്യമാണ് എന്നും അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മറിച്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ സമരം നടത്തുന്ന സംഘടനയുമായി ഈ മരണത്തിന് യാതൊരു ബന്ധവും ഇല്ല എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് പോലീസ് ഇന്നലെ വാർത്താക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു. ഒപ്പം വേണുഗോപാൽ നായരുടെ മരണമൊഴിയും പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ബി.ജെ.പിയുടെ ഈ ഹർത്താൽ എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. സ്വാഭാവികമായും അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഒരു വ്യക്തിയുടെ മരണത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ബി.ജെ.പി. ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള വസ്തുതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് ബി.ജെ.പിയെ വെട്ടിലാഴ്ത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്കുള്ളിൽ തന്നെ ഒരു പ്രതിഷേധം ചില നേതാക്കൾക്ക് ഈ ഹർത്താൽ അനവസരത്തിലുള്ളതാണ്, അനാവശ്യമാണ് എന്ന ഒരു വികാരം അവർക്കുള്ളിൽ തന്നെയുണ്ട്. ബി.ജെ.പി. മുഖം രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ഹർത്താലിന് ആഹ്വാനം നൽകിയത് എന്നുകൂടി പറയേണ്ടി വരും. കാരണം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടത്തിയ സമരങ്ങളെല്ലാം അമ്പെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഹൈക്കോടതിയും ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാടിനോട് അനുകൂലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ശബരിമലയിൽ സുഗമമായി ഭക്തർക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സമരം പൊളിയുന്ന ഒരു സാഹചര്യത്തിലാണ് ജനപിന്തുണ നേടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ജനശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു വിഷയം ഉയർത്തിക്കൊണ്ട് അത് സർക്കാരിനെതിരെ തിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള ഒരു സമീപനം ബി.ജെ.പി. സ്വീകരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ഒരു വ്യക്തി ഇന്നലെ പുലർച്ചയോടുകൂടിയാണ് മുക്ത സ്വദേശി വേണുഗോപാലൻ നായർ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെത്തുകയും മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയ ശേഷം
പരിഭ്രാന്തിയോടുകൂടി അല്ലെങ്കിൽ വേദന സഹിക്കുക വയ്യാതെ വന്നപ്പോൾ ആളുകളെ കണ്ട് അവിടേക്ക് ഓടിക്കയറുകയുമായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മറിച്ച് ഏതെങ്കിലും തരത്തിൽ ഈ സംഘടനയുമായി അല്ലെങ്കിൽ BJPയുമായി അല്ലെങ്കിൽ അയ്യപ്പ ശബരിമല വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടല്ല അദ്ദേഹത്തിന്റെ ആത്മഹത്യ എന്നുള്ളത് പോലീസ് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ മരണമൊഴിയിലും വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അതേസമയം അത് മുതലെടുക്കുന്നതിന് വേണ്ടി പരേതനോടുള്ള ആത്മഹത്യ ചെയ്ത വ്യക്തിയോടുള്ള ആദരസൂചകമായി ഹർത്താൽ നടത്തുന്നു എന്നാണ് ഇപ്പോൾ BJP പ്രവർത്തകർ BJP നേതൃത്വം പ്രചരിപ്പിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. ഹർത്താലിനോട് യാതൊരു വിധത്തിലുള്ള അനുകൂല സമീപനവും ജനങ്ങൾക്കിടയിൽ ഇല്ല എന്നുള്ളതും വ്യക്തമാവുകയാണ്. കാരണം ശബരിമല വിഷയം ഉയർത്തി ഇത് 5ാം തവണയാണ് ഇപ്പോൾ BJP ഹർത്താൽ സംഘടിപ്പിക്കുന്നത്. 11ാം തീയതി BJPയുടെ ജില്ലാ ഹർത്താൽ സംഘടിപ്പിച്ചിരുന്നു. അതിനു മുൻപ് ശശികലയെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെതിരെ സംസ്ഥാന ഹർത്താൽ സംഘടിപ്പിച്ചിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ ഹർത്താൽ സംഘടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ 11ാം തീയതി തിരുവനന്തപുരം ജില്ലയിൽ ഹർത്താൽ സംഘടിപ്പിച്ചു. ഇത് 5ാം ദിവസമാണ് ഇപ്പോൾ BJP ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നത്. വിദ്യാർത്ഥികളും ഒപ്പം ജനങ്ങളും വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നിരുന്നാൽ പോലും തലസ്ഥാന നഗരിയിലും ഒക്കെ ഇപ്പോൾ സ്വകാര്യ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളും ഒക്കെ ഓടുന്നുണ്ട് എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം KSRTCയും സ്വകാര്യ ബസ്സുകളും ഭയം മൂലം സർവീസ് നിർത്തിവെച്ചിട്ടുണ്ട്. കാരണം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം KSRTCക്ക് ഓരോ ഹർത്താലുകളിലും ഉണ്ടാവാറുണ്ട്. പാലക്കാട്ട് KSRTC ബസ് നിർത്തിയിട്ടിരുന്ന 3 KSRTC ബസ്സുകൾ ബൈക്കിലെത്തിയ സംഘം അടിച്ചു തകർത്തതായി KSRTC അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ദിനകർ, ഒരു പക്ഷേ ഈ BJP നേതൃത്വം പറയുന്നത് ഈ മരിച്ച ആളോടുള്ള ആദരവ് കൊണ്ടാണ് ഞങ്ങൾ ഹർത്താൽ നടത്തുന്നത്. എന്ത് ആദരവാണെന്നാണ് മനസ്സിലാകാത്തത്. കാരണം അദ്ദേഹത്തിന്റെ മരണമൊഴിയിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ ജീവിതം വെറുത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്യുകയാണെന്ന്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മരിച്ചയാളെ അപമാനിക്കുകയാണ് BJP നേതൃത്വം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഈ എടുത്തുചാടി ഒരു ഹർത്താൽ പ്രഖ്യാപിച്ച് പൊതുജനത്തെ വലച്ച്, അതായത് അദ്ദേഹത്തിന്റെ മരണമൊഴി പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഹർത്താൽ പ്രഖ്യാപിക്കുന്നു. മരണമൊഴി പുറത്തു വന്നതോടെ അക്ഷരാർത്ഥത്തിൽ BJP വെട്ടിലാവുകയായിരുന്നില്ലേ ഇവിടെ? ദിനകർ, പ്രഖ്യാപിച്ച ഹർത്താലിൽ നിന്നും പിന്മാറാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് BJP ഉള്ളത്. ഇന്നലെ വളരെ വൈകിയാണ് വൈകുന്നേരത്തോടു കൂടിയാണ് ഹർത്താൽ പ്രഖ്യാപിക്കുന്നത്. സാധാരണഗതിയിൽ ഹർത്താൽ പ്രഖ്യാപനം ഒരു ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ നേരത്തെ പ്രഖ്യാപിക്കുകയും അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള ഹർത്താലുമാണ്. ഇത് വളരെ പെട്ടെന്ന് പ്രഖ്യാപിക്കുകയും ഇത്തരത്തിൽ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തു, ആ വ്യക്തിയുടെ ആത്മഹത്യ തങ്ങളുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ തങ്ങളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ആത്മഹത്യ എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലാണ് BJP നേതൃത്വം ഇപ്പോൾ ഇടപെടുന്നത്. അത് സ്വാഭാവികമായും അവരുടെ സമരം പരാജയപ്പെടുന്നതിന്റെ ഒരു ഭീതി മൂലമാണ് ഇത്തരത്തിൽ ചില നിലപാടുകൾ BJP നേതൃത്വം സ്വീകരിക്കുന്നത് എന്നും പറയേണ്ടി വരും. കാരണം വേണുഗോപാലൻ നായരുടെ മരണമൊഴി മജിസ്ട്രേറ്റും രേഖപ്പെടുത്തിയിരുന്നു. അതിൽ വ്യക്തമായി പറയുന്നുണ്ട് താൻ ജീവിതം മടുത്തുവെന്നും അതിനാലാണ് ആത്മഹത്യ ചെയ്തത് എന്നും ശ്രമിച്ചത് എന്നും അദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ട്. അത് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സംഘടനയുമായി അല്ലെങ്കിൽ BJPയുമായി വേണുഗോപാലൻ നായർക്ക് ബന്ധമില്ല എന്നും പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ തങ്ങളുടെ സമരത്തിന് അനുകൂലമായ രീതിയിൽ നിലപാട് എടുത്തുകൊണ്ട് ആണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്ന രീതിയിലേക്ക് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് കേവലം കേവലം രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് BJP സ്വീകരിക്കുന്നത്. അതിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം ഹർത്താലുകൾക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ഉയർന്നു വരുന്നത്. അത് വളരെ പ്രത്യക്ഷമായ രീതിയിൽ തന്നെ ആളുകൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം പലരും ഇന്ന് രാവിലെ യാത്രയ്ക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വടക്കു നിന്നും മറ്റും യാത്ര ചെയ്ത് ഇവിടെ എത്തുമ്പോഴാണ് ഹർത്താലാണ് എന്ന് അറിയുന്നത് തന്നെ. മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിർബന്ധിച്ച് ഹർത്താൽ അനുകൂലികൾ കട അടപ്പിക്കുന്നുണ്ട്. ആ ഭാഗങ്ങളിൽ നൂറുകണക്കിന് രോഗികൾ കൂട്ടിരിപ്പുകാർ ഒക്കെ മെഡിക്കൽ കോളേജിലും RCCയിലും മറ്റും എത്തുന്ന നൂറുകണക്കിന് ആളുകൾക്ക് ആശ്രയമാവേണ്ട ഹോട്ടലുകളും മറ്റും ചെറിയ കടകളും മറ്റും ബലമായി അടപ്പിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അവിടെ രോഗികൾ വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യവുമുണ്ട്. നിർബന്ധിച്ച് കടകൾ. ശരി ദിനകർ, നമുക്ക് മറ്റു മേഖലകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഞാൻ ദിനകറിലേക്ക് പിന്നീട് അല്പസമയത്തിനകം തന്നെ എത്താൻ കൂടുതൽ വിശദാംശങ്ങൾ അറിയാനായി. ഒപ്പം തന്നെ ഹർത്താലിനെതിരെ രൂക്ഷമായ പൊതുജന പ്രതിഷേധമാണ് ഉയരുന്നത്. ജനങ്ങൾ പരസ്യമായ രംഗത്തെത്തുന്നു ഹർത്താലിനെതിരെ. തുടരെയുള്ള ഹർത്താലുകൾ ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് പൊതുജനം പറയുന്നു. ഇല്ല, അറിഞ്ഞില്ലായിരുന്നു. ഞാൻ മാംഗ്ലൂരിൽ നിന്നായിരുന്നു. പഠിക്കുക. ഇല്ല, അറിഞ്ഞിട്ടില്ല. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നതാണ്. ഇവിടെ PF ഓഫീസിൽ പോകേണ്ടിയിട്ട് വലഞ്ഞ് കൂടെയുള്ള ഹർത്താൽ കൊണ്ട് ഭയങ്കരമായി. ഇനി എന്താക്കുന്ന അറിയില്ല. സ്ഥലത്ത് പോകുന്നില്ല, അതാ നിൽക്കുന്നത് എന്താണെന്നുള്ള.
ഒപ്പം തന്നെ BJP ഹർത്താലിനെ തള്ളി ഒടിയൻ സിനിമ തിയേറ്ററിലെത്തി. സിനിമയ്ക്ക് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിക്കുന്നത്. സിബി ചേരുന്നു. സിബി, ഒരുപക്ഷെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു ഹർത്താൽ ദിനത്തിൽ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. ആ ഹർത്താലിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരുപക്ഷെ വലിയ ആരാധക വൃന്ദം തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തുന്നത്. വലിയ പ്രേക്ഷക പ്രതികരണമാണോ ഈ ഹർത്താൽ ദിനത്തിനും ഒടിയൻ സിനിമയ്ക്ക് ലഭിക്കുന്നത്? മനു, ഈ BJPയുടെ ഹർത്താൽ ഒടിയൻ സിനിമയുടെ റിലീസിനെ ഒരു കാരണവശാലും ബാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതുവരെ ലഭിക്കുന്ന കൃത്യമായ വിവരം. അതായത് ഞാനിപ്പോൾ എറണാകുളത്തെ കവിതാ തിയേറ്ററാണ് ഉള്ളത്. ഇവിടെ എല്ലാം തന്നെയും രാവിലെ പുലർച്ചെ 4:30 ആദ്യ ഷോ ആരംഭിച്ചു. ആദ്യ ഷോ മുതൽ തന്നെ തിയേറ്റർ നിറയെ ആളുകളുമായിട്ടാണ് കൊച്ചിയിലെ എല്ലാ തിയേറ്ററിലും, അതുമാത്രമല്ല കേരളത്തിലെ എല്ലാ തിയേറ്ററിലെയും അവസ്ഥ ഇത് തന്നെയാണ്. സമാനമായ സാഹചര്യമാണ്. ഒടിയൻ സിനിമയെ BJPയുടെ ഹർത്താലെല്ലാം തന്നെ പിന്തള്ളിക്കൊണ്ട് ആരാധകർ ഒന്നടങ്കം ഒടിയൻ സിനിമ കാണുന്നതിന് വേണ്ടി തന്നെ ഈ തിയേറ്ററിലേക്ക് തള്ളിക്കയറുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും 4:30 ആദ്യ ഷോ ആരംഭിച്ചു. രണ്ടാമത്തെ ഷോ ഇപ്പോൾ 8 മണിക്കും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഏകദേശം 3 മണിക്കൂറോളം സിനിമയുണ്ട്. 11 മണിക്ക് അടുത്ത ഷോയ്ക്കും ഇപ്പോൾ തന്നെ തിയേറ്ററുകളിൽ തന്നെയും ആളുകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. നമുക്ക് ഇവിടെ തിയേറ്ററിലെ ആളുകളുമായി സംസാരിച്ചപ്പോൾ എല്ലാ ഷോയ്ക്കും, ഇന്ന് എല്ലാ ഷോയ്ക്കും ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ തീർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏകദേശം 1 മാസത്തോളത്തേക്കുള്ള ഓൺലൈൻ ടിക്കറ്റും ഇപ്പോൾ തീർന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വലിയ പ്രേക്ഷക പ്രതികരണമാണ് ഈ എല്ലാ തിയേറ്ററിലും ഒടിയന് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് BJPയുടെ ഹർത്താൽ ഈ സിനിമയുടെ റിലീസിനെ ബാധിക്കുമോ എന്നൊരു ആശങ്ക ആദ്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനെല്ലാം പിന്തള്ളിക്കൊണ്ട് ഇപ്പോൾ തിയേറ്ററിലേക്ക് വലിയൊരു ജനപ്രവാഹം, വലിയൊരു ആരാധക കൂട്ടം തന്നെ എത്തിയിരിക്കുന്നു. BJPയുടെ ഹർത്താലിനെ പൂർണ്ണമായും പിന്തള്ളിക്കൊണ്ടാണ് ഒടിയൻ സിനിമ ഇപ്പോൾ മുന്നേറുന്നത്. ഇന്നലെ വൈകിട്ട് ഈ ഹർത്താൽ BJP പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഒടിയൻ സിനിമയുടെ റിലീസിംഗ് മാറ്റിവെക്കുമെന്നുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കൊച്ചിയിൽ ഇന്നലെ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ യോഗം ചേരുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഈ സിനിമ മാറ്റിവെക്കേണ്ട, റിലീസ് ചെയ്യാമെന്ന് തന്നെ തീരുമാനിക്കായിരുന്നു. പ്രത്യേകിച്ച് BJPയുടെ വെബ്സൈറ്റിൽ മറ്റും ഈ ഹർത്താൽ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ ഭാഗത്തുണ്ടായത്. ഈ സിനിമ റിലീസ് ചെയ്തില്ലെങ്കിൽ വലിയ തിരിച്ചടി ലഭിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്ന രീതിയിലുള്ള ഭീഷണി വരെ മുഴക്കി. സിനിമാ തിയേറ്ററിലും മറ്റുമായി BJP പ്രവർത്തകർ ആരെങ്കിലും പ്രതിഷേധവുമായി എത്തിയാൽ ഫാൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ ഞങ്ങൾ ആരാധകർ തന്നെ ഇതിനെതിരെ പ്രതികരിക്കുമെന്ന് ശക്തമായ ഒരു മുന്നറിയിപ്പും ഈ ഓൺലൈൻ വഴിയെല്ലാം തന്നെയും ഇവർ നടത്തിയിരുന്നു. എന്നാലും കൂടാതെ സ്റ്റാൻഡ് വിത്ത് ഒടിയൻ എന്ന രീതിയിലുള്ള ഒരു ഹാഷ്ടാഗും പ്രത്യേകിച്ച് ഈ ആരാധകർ തുടങ്ങുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു വലിയൊരു പ്രതിഷേധം ആദ്യം മുതൽ തന്നെ ഈ BJP ഹർത്താലിനെതിരെ ഉണ്ടായിരുന്നു. നമുക്കറിയാം BJPയുടെ ഹർത്താൽ തന്നെ വളരെ അനാവശ്യവുമാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന 3ാമത്തെ ഹർത്താൽ കൂടിയാണിത്. അതുമെല്ലാം തന്നെയും വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടാണ് ഈ ഹർത്താൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതുകൊണ്ട് തന്നെ മധ്യകേരളത്തെ സംബന്ധിച്ച് പൂർണ്ണമായും ഈ ഹർത്താലിനെ പിന്തുടർന്ന ഒരു കാഴ്ചയാണുള്ളത്. ഇപ്പോൾ നിരത്തുകളിലെല്ലാം തന്നെയും സ്വകാര്യ വാഹനങ്ങൾ ഓടുന്നുണ്ട്. സ്വകാര്യ ബസ്സുകളും KSRTC ഓടുന്നില്ല എന്ന് ഒഴിച്ചാൽ മറ്റുള്ള വാഹനം എല്ലാം തന്നെ നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം 10 മണിയോടെ കടകമ്പോളങ്ങൾ തുറക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഇന്നലെ വ്യാപാരി വ്യവസായ സമിതി തന്നെ കടകളെല്ലാം തന്നെ തുറക്കുമെന്നും ഈ ഹർത്താൽ ബഹിഷ്കരിക്കുമെന്നും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഹർത്താൽ ഇപ്പോൾ മധ്യകേരളത്തെ മറ്റൊരു രീതിയിൽ ബാധിക്കുന്നില്ല. ജനങ്ങളുടെ ഈ സ്വകാര്യ ബസ്സുകളും KSRTC എല്ലാം തന്നെയും ജനങ്ങളെ വളരെയധികം വലിയ രീതിയിൽ അവരുടെ ജനജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ മറിച്ച് ഒടിയൻ സിനിമ പോലുള്ള അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെയും ജനങ്ങൾ ഈ ഹർത്താലിനെ പൂർണ്ണമായും പിന്തുടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും എറണാകുളത്തെ എല്ലാ തിയേറ്ററിലും വലിയ രീതിയിൽ എല്ലാ തിയേറ്ററിലും നിറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഒടിയൻ സിനിമ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 11 മണിക്ക് ഷോ ഉണ്ട്. ഇടതടവില്ലാതെ പുലർച്ചെ 4:30 തന്നെ ഷോ ആരംഭിക്കുകയും ഇനി വൈകിട്ട് അർദ്ധരാത്രി വരെ ഇടതടവില്ലാതെ ഷോ നടക്കുമെന്നാണ് നമ്മളെ ഇപ്പോൾ എല്ലാ ഈ തിയേറ്റർ ഉടമകൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും BJPയുടെ ഹർത്താലിനെ പിന്തുണച്ചുകൊണ്ട് ഒടിയൻ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ എത്തിയിരിക്കുന്നു. ഇതിനെ ആരാധകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചിരിക്കുന്നു. അവർ ഇരുചക്ര വാഹനവും മറ്റു വാഹനവുമായി എല്ലാം തന്നെ ബന്ധപ്പെട്ട് എല്ലാം സഹായത്തോടെ ഇപ്പോൾ തിയേറ്ററിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പേർ ഇനിയും എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. തിയേറ്റർ ഉടമകളും ഈ കാര്യത്തിൽ വളരെയധികം സന്തോഷമാണ്. എന്തായാലും നമ്മുടെ ആരാധകരുടെ പ്രതികരണം നമുക്ക് ലഭിക്കുന്നത് തന്നെയും ഈ BJPയുടെ ഹർത്താൽ പിന്തള്ളിക്കൊണ്ട് ഒടിയൻ സിനിമ പൂർണ്ണ വിജയമാക്കും. ഫാൻസ് അസോസിയേഷൻ അടക്കമുള്ളവരെല്ലാം തന്നെയും രംഗത്ത് വന്നിട്ടുണ്ട്. BJPയുടെ പ്രതിഷേധം തിയേറ്ററിൽ മറ്റുണ്ടായാൽ അതിനെ ചെറുത്തു തോൽപ്പിക്കുമെന്നും ഇവർ അറിയിച്ചിട്ടുണ്ട്. മനു, ശരി, സിബിയാണ് വിവരങ്ങൾ നൽകിയത്. ഒടിയൻ സിനിമയ്ക്ക് ഹർത്താലിനെ തള്ളിക്കൊണ്ട് ആരാധകരുടെ വലിയ വരവേൽപ്പ് ലഭിച്ചിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ച BJPക്ക് ലഭിച്ച വലിയ തിരിച്ചടിയാണ് ഒടിയൻ ആരാധകരുടെ, മോഹൻലാൽ ആരാധകരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ പൊതുജനത്തിന്റെ ഭാഗത്ത് രൂക്ഷമായ വിമർശനങ്ങൾ BJP നേതൃത്വത്തിന് നേരിടേണ്ടി വരുന്നു. ഹർത്താൽ ഒരു അനാവശ്യ ഹർത്താലിന്റെ പേരിൽ.
മലബാറിൽ ഹർത്താൽ ഭാഗികമാണ്. ഓട്ടോ ടാക്സി സർവീസുകൾ നടത്തുന്നുണ്ട്. KSRTC പോലീസ് സുരക്ഷയിൽ സർവീസ് ആരംഭിച്ചു. പാലക്കാട് 3 KSRTC ബസ്സുകൾ BJP-ക്കാർ എറിഞ്ഞു തകർത്തിട്ടുണ്ട്. വിവരങ്ങളുമായി ലതീഷ് നൽകും മലബാർ മേഖലയിലെ പൂർണ്ണമായ വിവരങ്ങൾ. ലതീഷ്, മലബാറിൽ ഹർത്താൽ ഭാഗികമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ KSRTC അടക്കം സർവീസുകൾ നടത്തുന്നുണ്ടോ? സ്വകാര്യ വാഹനങ്ങളൊക്കെ നിരത്തുകളിൽ ഇറങ്ങിയിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? മനു, BJP ഹർത്താലിനെ ജനം തള്ളുന്നു എന്ന കാഴ്ചയാണ് നമുക്ക് ആദ്യ 3 മണിക്കൂർ പിന്നിടുമ്പോൾ നഗരങ്ങളിൽ നിന്നും, പ്രധാന നഗരങ്ങളിൽ നിന്നെല്ലാം കാണാൻ വേണ്ടി കഴിയുന്നത്. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല എങ്കിലും ഓട്ടോ ടാക്സി വ്യാപകമായി തന്നെ സർവീസ് നടത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. KSRTC കോൺവേ അടിസ്ഥാനത്തിൽ പോലീസ് സംരക്ഷണയിൽ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരു, മൈസൂർ, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, മലപ്പുറം എന്നീ സ്ഥലങ്ങളിലേക്ക് ഇതിനകം തന്നെ 8 സർവീസുകൾ KSRTC പോലീസ് സുരക്ഷയിൽ നടത്തി കഴിഞ്ഞു. റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തുന്ന ആളുകൾക്ക് മെഡിക്കൽ കോളേജിലേക്കും അതേപോലെ തന്നെ KSRTC ബസ് സ്റ്റാൻഡിലേക്കും അടക്കം അവർക്ക് എത്താൻ ആവശ്യമായ സൗകര്യങ്ങളും ക്രമീകരണങ്ങളും പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലും സ്വകാര്യ വാഹനങ്ങൾ റോഡിൽ ഇറങ്ങുന്നുണ്ട്. പാലക്കാട് ജില്ലയിലാണ് ഒരു അക്രമം ഹർത്താലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. 3 KSRTC ബസ്സുകളാണ് BJP പ്രവർത്തകർ എറിഞ്ഞു തകർത്തത്. പുലർച്ചെ 3:30 3 ബൈക്കുകളിലെത്തിയ സംഘമാണ് അക്രമത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. ഇവരെ സംബന്ധിച്ച് ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായും നമുക്ക് വിവരമുണ്ട്. എന്തായാലും ഇവർക്കായുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. KSRTC ഡിപ്പോയ്ക്ക് മുന്നിൽ നിർത്തിയിട്ട ബസ്സിന് നേരെയാണ് ഹർത്താൽ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ 3:30 ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. മറ്റെവിടെയും കാര്യമായ തടസ്സങ്ങളൊന്നുമില്ല. BJP പ്രവർത്തകർ തന്നെ ഹർത്താലിനോട് എതിർക്കുന്ന ഒരു സമീപനമാണുള്ളത്. കാരണം വാഹനങ്ങൾ തടയുന്ന ഒരു നിലയൊന്നും മലബാറിൽ എവിടെയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒടിയൻ സിനിമ മലബാറിലും റിലീസ് ചെയ്തു. പലയിടങ്ങളിലും ഹൗസ്ഫുള്ളായി തന്നെ ഷോ നടക്കുന്ന സാഹചര്യമാണുള്ളത്. കോഴിക്കോട് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഷോ നടന്നത്. 3 ഇടങ്ങളിൽ ഷോ 6:00 തന്നെ അവസാനിച്ചു. എന്നാൽ പകൽ സമയത്ത് കോഴിക്കോട് ജില്ലയിൽ ഷോ ഇല്ല. മലപ്പുറത്ത് 9 മണിക്ക് ഷോ ആരംഭിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ കണ്ണൂർ സവിത തിയേറ്ററിലേക്ക് യുവമോർച്ച പ്രവർത്തകർ ഭീഷണി സന്ദേശം നൽകിയതിനാൽ അവിടെ ഷോ നടത്താത്ത ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. കാസർഗോഡും ഷോ അനിശ്ചിതത്വത്തിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഫിലിം ആരാധകർ, ഒടിയൻ ആരാധകർ, പ്രത്യേകിച്ച് മോഹൻലാൽ ആരാധകർ ഹർത്താലിനെതിരെ വ്യാപകമായി പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒപ്പം പൊതുജനവും ഈ ഹർത്താലിനെ തള്ളുന്ന ഒരു നിലയാണുള്ളത്. എന്തിനാണ് ഇത്തരത്തിലുള്ള ഹർത്താൽ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. എന്തായാലും മലബാറിലെ 6 ജില്ലകളിലും ഹർത്താൽ ഭാഗികമാണ്. കടകമ്പോളങ്ങൾ ഭാഗികമായെങ്കിലും തുറന്നു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. വ്യാപാരി വ്യവസായി സമിതി ഇന്ന് കടകൾ തുറക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഈ ഹർത്താലിനെ വ്യാപാരി സമൂഹവും തള്ളുന്ന ഒരു നിലയാണുള്ളത്. വ്യാപാരികളുടെ ഒരു യോഗം കോഴിക്കോട് നടക്കുമെന്ന ഒരു വിവരവുമുണ്ട്. ഇത്തരത്തിൽ ഈ ഹർത്താൽ ഇടയ്ക്കിടെ വരുന്ന ഹർത്താലിനെതിരെ വ്യാപകമായി തന്നെ വ്യാപാരികൾക്കിടയിൽ നിന്ന് തന്നെ പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യം കൂടി ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും BJP-യുടെ അനാവശ്യമായി ഉയർത്തിക്കൊണ്ടുവന്ന ഈ ഹർത്താലിനെ ജനങ്ങൾ തള്ളുന്ന ഒരു സാഹചര്യമാണ് മലബാറിൽ നിന്ന് നമുക്ക് ദൃശ്യമാകുന്നത്. മനോ, ശരി. മലബാറിലെ വിവരങ്ങളാണ് ലതീഷ് നൽകിയത്. മലബാറിൽ ഹർത്താൽ ഭാഗികമാണ്. ജനം തള്ളിക്കളഞ്ഞിരിക്കുന്നു BJP-യുടെ ഹർത്താലിനെ എന്ന് തന്നെ പറയാം. അക്ഷരാർത്ഥത്തിൽ BJP നാണം കെട്ട് പോയിരിക്കുന്നു ഈ ഹർത്താൽ പ്രഖ്യാപിച്ച് എന്ന് തന്നെയാണ് മലബാറിൽ നിന്നൊക്കെ ലഭിക്കുന്ന പൊതുജന പ്രതികരണം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇടവേള. സെക്രട്ടേറിയറ്റിന് മുന്നിലെ മധ്യവയസ്കന്റെ മരണം ആത്മഹത്യയെന്ന് പോലീസ്. ശബരിമല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് BJP നടത്തുന്ന സമരവുമായി സംഭവത്തിന് ബന്ധമില്ലെന്നും പോലീസ്. വേണുഗോപാലൻ നായർക്ക് രാഷ്ട്രീയ ബന്ധമില്ലെന്നും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. വേണുഗോപാലൻ നായരുടെ മരണം രാഷ്ട്രീയ ആയുധമാക്കി BJP സംസ്ഥാനത്ത് ഹർത്താൽ നടത്തുന്ന പശ്ചാത്തലത്തിലാണ് സംഭവത്തിലെ പോലീസ് വിശദീകരണം ശ്രദ്ധേയമാകുന്നത്. വേണുഗോപാലൻ നായരുടെ മരണം ആത്മഹത്യയാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. ശബരിമല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സംഘടന നടത്തുന്ന സമരവുമായി ഈ സംഭവത്തിന് ബന്ധമില്ല. വേണുഗോപാലൻ നായർക്ക് രാഷ്ട്രീയ ബന്ധമില്ലെന്നും പോലീസ് വ്യക്തമാക്കി. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന പോലീസാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിലെത്തിച്ചത്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി വേണുഗോപാലൻ നായരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ജീവിത നൈരാശ്യവും ജീവിക്കാൻ ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടുമാണ് കൃത്യം ചെയ്തതെന്നും മരണവെപ്രാളത്തിൽ സമരപന്തലിന് സമീപത്തേക്ക് ഓടിയതാണെന്നും ഇയാൾ മജിസ്ട്രേറ്റിന് മൊഴി നൽകിയിട്ടുണ്ട്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുകയാണെന്നും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്. സെക്രട്ടറിന് മുന്നിൽ ആത്മഹത്യ ചെയ്ത വേണുഗോപാലൻ നായരുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. BJP ഹർത്താലുകൾ ആഘോഷമാക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 2 മാസത്തിനിടയിൽ അവർ 7 ഹർത്താലുകളാണ് നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു.
ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഹർത്താൽ അവർക്ക് ആഘോഷമാണ്, അവർക്ക് ഉത്സവമാണ്. അപകട മരണം അല്ലെങ്കിൽ ആത്മഹത്യയെ സംബന്ധിച്ചിടത്തോളമുള്ള അന്വേഷണം ആവശ്യമാണ്. കാരണം ആത്മഹത്യ നടന്നിരിക്കുന്നത് രാത്രി 2 മണിക്കാണ്. ആത്മഹത്യ നടന്ന സ്ഥലമെന്ന് പറയുന്നത് ബി ജെ പിയുടെ നേതാവായിട്ടുള്ള CK പത്മനാഭൻ നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന സമരപ്പന്തലിന് മുന്നിലാണ്. എങ്ങനെ അവിടെ ആത്മഹത്യ അയാൾ നടത്താൻ ഇടയായി എന്നുള്ളതിനെ സംബന്ധിക്കുന്ന ഗൗരവതരമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ്. തത്സമയം മാധ്യമങ്ങളെ കാണുകയാണ്, അതിലേക്ക്. ബി ജെ പിയുടെ ഈ ജനവിരുദ്ധ ഹർത്താൽ കേരളീയ സമൂഹം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കടകമ്പോളങ്ങളൊക്കെ കുറേ അടഞ്ഞു കിടപ്പുണ്ട്. അത് BJPയും RSSും അഴിച്ചുവിടുന്ന അക്രമത്തെ ഭയന്ന് ജനങ്ങൾ അവരുടെ കമ്പോളങ്ങളും കടകളും അടച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. യഥാർത്ഥത്തിൽ BJPയുടെ രാഷ്ട്രീയ പാപ്പരത്വം തുറന്നു കാണിക്കുന്ന ഒന്നാണ് വേണുഗോപാലൻ നായരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് BJP ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടത്തുന്ന ഹർത്താൽ നാടകം. വേണുഗോപാലൻ നായരുടെ വീട് തിരുവനന്തപുരത്താണ്. ഞാനതിൻ്റെ പരിസരവാസികളായിട്ടുള്ള ആളുകളോട് സംസാരിക്കുകയുണ്ടായി, ബന്ധുക്കളോട് സംസാരിച്ചു. വേണുഗോപാലൻ നായർക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ആഭിമുഖ്യമുള്ളതായി ആരും തന്നെ പറയുന്നില്ല. ആ കുടുംബത്തിൻ്റെ രാഷ്ട്രീയ ആഭിമുഖ്യം ഇടതുപക്ഷത്തോടാണ്. അയാളുടെ ഇളയ അനുജൻ ചുമട്ടുതൊഴിലാളി യൂണിയനിലെ അംഗമാണ്. ചൂഴമ്പാല എന്ന് പറയുന്ന സ്ഥലത്തെ ചുമട്ടുതൊഴിലാളി യൂണിറ്റിലുണ്ടായിരുന്നു. 8-10 മാസക്കാലമായിട്ട് അദ്ദേഹം പാചക തൊഴിലാളികളുടെ കൂടെ പാചക പണിക്കായിട്ട് പോവുകയാണ്. അത് കാരണം ഈ ചുമട്ടുതൊഴിലാളി സംഘടനയിൽ നിന്നും കുറച്ച് മാറി നിൽക്കുന്നുണ്ട്. ആ കുടുംബാംഗങ്ങൾ പൊതുവേ ആ കുടുംബം വേണുഗോപാലൻ നായരുടെ കുടുംബം എല്ലാ കാലത്തും ഇടതുപക്ഷത്തിൽ വോട്ട് ചെയ്യുന്ന കുടുംബമാണ്. ഇദ്ദേഹം ഒരു പ്രത്യേക തരക്കാരനായിട്ടാണ് പറയുന്നത്. 2 വിവാഹം കഴിച്ചു, 2 പേരെയും ഒഴിവാക്കി. ഇപ്പോൾ അമ്മയോടും സഹോദരങ്ങളോടുമൊപ്പം മാനസികമായിട്ട് ചില അസ്വാസ്ഥ്യങ്ങളൊക്കെ നേരിട്ട് ജീവിക്കുകയാണ്. മറ്റു ചില സംഗതികൾക്ക് അടിമപ്പെട്ട ഒരാളാണ് അയാൾ. അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ പോയാലും അയ്യപ്പ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുന്ന ഒരാളല്ല, കയറുന്ന ഒരാളല്ല. അങ്ങനെയുള്ള ഒരാളാണ്. അയാൾക്ക് തോന്നിയ ഏതോ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ രാത്രി 10 മണിക്ക് ശേഷം അവിടെ നിന്ന് ഇറങ്ങി അയാൾ തന്നെ കൊടുത്ത മരണമൊഴി അനുസരിച്ച് അയാൾ തന്നെ വാങ്ങിയ മണ്ണെണ്ണയും ഒക്കെയായിട്ട് ഈ സ്റ്റാച്യുവിലെത്തുകയാണ്. അവിടെ ആ ടവറിൻ്റെ അതിൻ്റെ അടുത്ത് നിന്ന് തീ കത്തിച്ചപ്പോൾ പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു കത്തിപ്പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രാണവേദനയുണ്ടല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ അർദ്ധരാത്രി അയാൾ ഈ 2 മണിക്ക് സമയത്ത് ഓടി ആ പന്തലിൻ്റെ അവിടേക്ക് വരികയാണ്. പോലീസ് യഥാർത്ഥത്തിൽ കണ്ടതുകൊണ്ടാണ്, പോലീസിൻ്റെ സംയോജിതമായിട്ട് ഇടപെടൽ കൊണ്ടാണ് ആ പന്തലും അവിടെ സത്യഗ്രഹം അനുഷ്ഠിക്കുന്നതായിട്ടുള്ള BJP നേതാക്കന്മാർക്കും ഒരു കുഴപ്പവും പറ്റാതെ പോയത്. അവർ ഈ ഒരു തീ ഗോളം പോലെ വരുന്നതായിട്ടുള്ള ആളെ അവിടെ വീഴ്ത്തി അയാളെ തീ അണച്ചപ്പോഴേക്കും 70% അയാൾ കത്തിപ്പോയിരുന്നു. പെട്ടെന്ന് തന്നെ അയാൾ ആശുപത്രിയിലൊക്കെ ഉണ്ടായത്. BJPയുടെ നേതാക്കന്മാരാരെങ്കിലും കൂടെ അയാളോടൊപ്പം പോയതായിട്ടൊന്നും അറിയില്ല. പോലീസ് തന്നെയാണ് അയാൾ ആശുപത്രിയിലാക്കിയതും പോലീസ് തന്നെയാണ് എല്ലാ സംരക്ഷണവും അയാൾക്ക് കൊടുത്തത്. നല്ല ചികിത്സ അയാൾക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള നടപടി അവർ ഹോസ്പിറ്റൽ അധികൃതർ സ്വീകരിച്ചു. പക്ഷേ 70% കത്തിപ്പോയൊരു പശ്ചാത്തലത്തിൽ ജീവിക്കുമോ എന്നുള്ള സംശയം തന്നെ തോന്നിയതുകൊണ്ടാണ് പോലീസ് അയാളുടെ മരണമൊഴി, വിശേഷിച്ച് BJPയുടെ സത്യഗ്രഹ പന്തലിൻ്റെ മുന്നിൽ വെച്ചാണ് ഈ ആത്മഹത്യാ ശ്രമം നടന്നതെന്നുള്ളത് കൊണ്ടാണ് മരണമൊഴി രേഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മജിസ്ട്രേറ്റ് ഹോസ്പിറ്റലിലെത്തി മരണമൊഴി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് തയ്യാറായത്. ആ മരണമൊഴി പോലും മജിസ്ട്രേറ്റും ഡോക്ടറും രേഖപ്പെടുത്തിയില്ലെന്ന് ഒരു BJP ചാനൽ, നുണ മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു ചാനൽ ഇന്നലെ രാത്രിയും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സത്യത്തെ എത്രമാത്രം വികൃതമാക്കാനും നുണ ഉൽപ്പാദിപ്പിക്കാനും BJPയും BJPയുടെ ചാനലും നമ്മുടെ സംസ്ഥാനത്ത് ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണിത്.
കാര്യം നമ്മുടെ മുന്നിൽ ആ വസ്തുത നിൽക്കുകയാണ്. ഡോക്ടറും മജിസ്ട്രേറ്റും കൂടെ അയാളുടെ മരണമൊഴി രേഖപ്പെടുത്തുമ്പോൾ അയാൾ പറയുകയാണ്, എനിക്ക് BJPയുടെ സമരവുമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അയ്യപ്പനുമായിട്ടോ ഒന്നും എനിക്ക് യാതൊരു ബന്ധവുമില്ല. എനിക്ക് ജീവിതം അവസാനിപ്പിക്കണം, എനിക്ക് ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമില്ല, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ് എന്ന് അയാൾ കൃത്യമായിട്ടും പറയുകയാണ്. ആ മരണമൊഴിയാണ് യഥാർത്ഥത്തിൽ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തുന്നത്. മണ്ണെണ്ണ താൻ തന്നെയാണ് വില കൊടുത്ത് വാങ്ങിയതെന്നും അത് താൻ തന്നെയാണ് ദേഹത്തൊഴിച്ച് തീ കൊളുത്തിയതെന്നും മറ്റാർക്കും അതിൽ ഉത്തരവാദിത്തമില്ലെന്നും വേണുഗോപാലൻ നായർ മരണമൊഴിയായിട്ട് പറയുകയാണ്. എന്നിട്ടും നമ്മുടെ BJPയുടെ നേതാക്കന്മാർക്ക് അത് മനസ്സിലായിട്ടില്ല. സത്യത്തിൽ എത്രമാത്രം നെറികെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് BJP അധപ്പതിച്ചു പോയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വേണുഗോപാലൻ നായരെ പോലുള്ള ഒരാളിൻ്റെ ആത്മഹത്യയെ തങ്ങളുടെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുക എന്ന് പറയുന്നത്. BJPയുടെ ശബരിമല സമരം എന്ന് പറയുന്നത് പാളിപ്പോയ തകർന്നുപോയ സമരമാണ്. ഇനി എത്ര ദിവസം നിരാഹാരം ഏതെല്ലാം നേതാക്കന്മാർ കടന്നിട്ടൊരു കാര്യവുമില്ല. ശബരിമല ശാന്തമാണ്, സമാധാനപൂർണ്ണമാണ്. അവിടെ സാധാരണ എല്ലാ ഉത്സവകാലത്തും വരുന്നത് പോലെ 75,000-നും 80,000-നും ഇടയിൽ ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. അവരവിടെ എത്താതിരിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള നീക്കമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ BJP നമ്മുടെ സംസ്ഥാനത്തുടനീളം ആസൂത്രണം ചെയ്യുന്നത്. കോമൺ സെൻസുള്ള സാമാന്യ ബോധവും യുക്തിയുമുള്ള ഏതെങ്കിലും നേതൃത്വം, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതൃത്വം, എത്ര ചെറുതോ വലുതോ ആകട്ടെ, ഇതുപോലെ മ്ലേച്ഛമായിട്ടുള്ള ഒരു വിഷയത്തെ, ഒരുവൻ്റെ സ്വകാര്യമായിട്ടുള്ള ദുഃഖവും അതുമായി ബന്ധപ്പെട്ട ആത്മഹത്യയും ബലിദാനിയായിട്ട് ചിത്രീകരിച്ച് തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ തയ്യാറാവുന്നു. ഇവിടെ നടക്കുന്നതല്ലേ. നേരത്തെ തന്നെ ആ ശിവദാസൻ്റെ റോഡ് ആക്സിഡൻറ്റ്, അത് നിലയ്ക്കൽ നിന്നും 16 കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് ലാഹയ്ക്ക് സമീപമാണ് ശിവദാസൻ എന്ന് പറയുന്നതായിട്ടുള്ള ആ ലോട്ടറി തൊഴിലാളി അയാൾ ആക്സിഡൻറ്റിൽപ്പെട്ട് മരിച്ചത്. അയാളുടെ ഭാര്യ പറയാണ്, തലേ ദിവസം സന്നിധാനത്ത് നിന്ന് ഭർത്താവിനെ വിളിച്ചിരുന്നു, അയ്യപ്പൻ്റെ ഫോൺ വാങ്ങിച്ചാണ് എന്നെ വിളിച്ചത്, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ ശബ്ദം കേട്ടറിയില്ലേ, അദ്ദേഹം അടുത്ത ദിവസം വരുമെന്ന് പറഞ്ഞു, പക്ഷേ കാത്തിരുന്നിട്ട് 2 ദിവസമായിട്ട് കാണാത്തത് കൊണ്ടാണ്, പലപ്പോഴും അദ്ദേഹം 1-2 ദിവസമൊക്കെ താമസിച്ചാണ് വരുന്നത്, അതുകൊണ്ടാണ് പോലീസിൽ ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തത്. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ ബോഡി കിട്ടിയത്. അതും ഒരു ഹർത്താലിന് വേണ്ടിയിട്ടുള്ള ആയുധമായിട്ട് BJP ഉപയോഗിച്ചു വന്നു. അദ്ദേഹത്തെയും ബലിദാനിയാക്കി മാറ്റി. ആ റോഡ് ആക്സിഡൻറ്റിനെയും അതിൽ മരണപ്പെട്ട ശിവദാസിനെയും ബലിദാനിയാക്കി മാറ്റുന്ന അവസ്ഥാവിശേഷം ഉണ്ടായി. കഴിഞ്ഞ 57 ദിവസങ്ങൾക്കിടയിൽ ഇത് 5ാമത്തെ ഹർത്താലാണ് BJP നടത്തുന്നത്. ജനങ്ങളുടെ ജീവിതത്തെ BJP തകർക്കുകയാണ്. ഇപ്പോൾ ഭക്തജനങ്ങൾക്ക് ശബരിമലയെ അല്ലെങ്കിൽ തീർത്ഥാടകരെ ഒഴിവാക്കിയെന്നാണ്. തീർത്ഥാടകരെ എവിടെ ഒഴിവാക്കിയിരിക്കുന്നത്? തീർത്ഥാടകരെല്ലാം ബന്ദികളായി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും കുടുങ്ങിക്കിടക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ അവർ എത്തിച്ചേർന്നതായിട്ടുള്ള വാഹനങ്ങൾ എത്തിച്ചേർന്ന ഇടങ്ങളിലൊക്കെ തീർത്ഥാടകർ കുടുങ്ങിക്കിടക്കുകയാണ്. അവർക്ക് പച്ചവെള്ളം പോലും കിട്ടുന്നില്ല. കടകളെല്ലാം അടച്ചിരിക്കുകയാണ്. ഈ അക്രമികളെ ഭയന്ന്, ഈ ആൻറ്റി സോഷ്യൽസിനെ ഭയന്ന് BJPയുടെ കൊടിയും പിടിച്ച് ഇന്ന് തന്നെ നിർത്തിയിട്ടിരുന്നതായിട്ടുള്ള, പാലക്കാട് നിർത്തിയിട്ടിരുന്നതായിട്ടുള്ള ഒരു KSRTC ബസ് അടിച്ചു തകർത്തെന്ന് പറയുന്നു. ബസ് ഓടുന്നില്ല. ഇന്നിപ്പോൾ KSRTC കനത്ത നഷ്ടത്തിലും പ്രയാസത്തിലുമാണ്. KSRTCയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ഗവൺമെൻറ്. ഒരു KSRTC ബസ് തകർന്നാൽ ലക്ഷക്കണക്കിന് ഉറുപ്പികയാണ് ഖജനാവിന് നഷ്ടമാകുന്നത്, സംസ്ഥാനത്ത് നഷ്ടമാകുന്നത്. ഇതൊന്നും BJPക്ക് പ്രശ്നമല്ല. അവർ നിർത്തിയിട്ടിരുന്നതായിട്ടുള്ള KSRTC ബസ് അടിച്ചു പൊളിക്കുകയാണ്, അടിച്ചു തകർക്കുകയാണ്. ഇതെന്തൊരു പാർട്ടിയാണിത്? ഈ പാർട്ടിക്ക് ഒരു നേതൃത്വമുണ്ടോ? യഥാർത്ഥത്തിൽ ഭ്രാന്തമായിട്ടുള്ള നിലപാടല്ലേ ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തെല്ലാം കൊള്ളരുതായ്മകളാണ് ഇവർ കാട്ടിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് യഥാർത്ഥത്തിൽ BJPയുടെ ഈ അനാവശ്യ സമരത്തിനെതിരായിട്ടുള്ള ജനകീയമായിട്ടുള്ള മുന്നേറ്റമാണ് ഇന്ന് ആവശ്യം വേണ്ടി വന്നിരിക്കുന്നത്. ബലിദാനികളെ എങ്ങനെയെങ്കിലും സൃഷ്ടിച്ചെടുക്കുക, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് യഥാർത്ഥത്തിൽ ശബരിമലയിലെ സന്നിധാനത്തും നിലയ്ക്കലുമെല്ലാം അവർ നടത്തിയത്. അവർക്കൊരു ബലിദാനി വേണം. പോലീസാണെങ്കിൽ അതിനോട് തയ്യാറുമല്ല. പിന്നെ കിട്ടുന്നയാളെ ബലിദാനിയാക്കുക. സ്വന്തമായിട്ടൊരു ബലിദാനിയെ നൽകാനായിട്ട് പോലീസ് തയ്യാറല്ല. BJPക്കാരനായിട്ടുള്ള ഒരു ബലിദാനി നൽകാൻ പോലീസ് തയ്യാറല്ല. പോലീസിനെ ആക്രമിച്ചിട്ടും പോലീസ് ഒന്നും ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മൾ കണ്ടതല്ലേ, യഥാർത്ഥത്തിൽ ആ വനിതയ്ക്ക് നേരെ നടന്ന കല്ലേറ് ആരുടെ ഭാഗത്തു നിന്നുണ്ടായത്? പോലീസാണോ കല്ലെറിഞ്ഞത്? വനിതകളെപ്പോലും മുന്നിൽ നിർത്തി സമരം നടത്തുകയാണ്. സാധാരണഗതിയിൽ എന്തെങ്കിലും സംഘർഷമൊക്കെ ഉണ്ടാകുന്ന സ്ഥലത്ത് ഞങ്ങളൊക്കെ ധാരാളം സമരം നടത്തിയിട്ടുള്ളവരാണ്. സംഘർഷ ഭൂമിയിൽ നിന്ന് സ്ത്രീകളെയും കുട്ടികളെയും പരമാവധി അങ്ങ് ഒഴിവാക്കി നിർത്തും. ഇവിടെ എന്താ ചെയ്യുന്നത്? സ്ത്രീകളെയും കുട്ടികളെയും സംഘർഷത്തിൻ്റെ മുൻനിരയിൽ നിർത്തുകയാണ്. എന്നിട്ട് പിന്നിൽ നിന്ന് എറിയാണ് പോലീസിനെ. ആ എറിഞ്ഞ ഏറാണ് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയുടെ, ആ സമരത്തിന് വന്നതായിട്ടുള്ള, പോലീസുമായിട്ട് ഉന്തും തള്ളും നടത്തിക്കൊണ്ടിരുന്നതായിട്ടുള്ള സ്ത്രീയുടെ തലയിൽ കൊണ്ടത്.
അതും ഹർത്താലിന് ആയുധമാക്കി. പോലീസിനെ ആക്രമിക്കുക എന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പോലീസിന്റെ കയ്യിലിരിക്കുന്നതായിട്ടുള്ള അവരുടെ ഉപകരണങ്ങളെല്ലാം പിടിച്ചു വാങ്ങുക, അതെല്ലാം മാധ്യമങ്ങൾ ഈ നാട്ടിൽ പ്രദർശിപ്പിച്ച കാര്യമല്ലേ, മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ട കാഴ്ചയല്ലേ. എന്തൊരു അക്രമമാണ് അന്ന് നടത്തിയത്. അപ്പോൾ ദയനീയമായിട്ടുള്ള പരാജയമാണ് ശബരിമലയുടെ കാര്യത്തിൽ BJPക്ക് സംഭവിച്ചിരിക്കുന്നത്. ആ പരാജയത്തിൻ്റെ ജാള്യത BJPയുടെ എല്ലാ നേതാക്കന്മാരുടെയും ഭാഗത്തുണ്ട്. ആ ജാള്യത മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അക്രമ സമരവുമായിട്ട് BJP മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ആത്മഹത്യയെ, ഒരാളിൻ്റെ ആത്മഹത്യയെ, അത് ഈ ചൂഴമ്പാലയിലും ആ പരിസര പ്രദേശങ്ങളിലും അയാൾ താമസിക്കുന്ന ഇടങ്ങളിലും പോയി മാധ്യമപ്രവർത്തകർക്ക് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതാണ്. ആ ആത്മഹത്യയെ ഇങ്ങനൊരു ബലിദാനമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഈ കൊള്ളരുതായ്മയെല്ലാം തന്നെ BJP നടത്തുന്നത്. BJPയുടെ സമരം ഈ പറയുന്നതായിട്ടുള്ള ഹർത്താൽ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് കാണുന്ന കാഴ്ച. ഇത്തരം നെറുകെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് BJPയുടെ സംസ്ഥാന നേതൃത്വം പിന്മാറണം. BJP പാഠം പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകണം. അതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ഇന്നലെ കഴിഞ്ഞ ദിവസം അവിടുന്ന് 8 ദിവസത്തെ നിരാഹാരത്തിന് ശേഷം പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റിയ മാന്യ സ്നേഹിതൻ നമ്മുടെ മുഖ്യമന്ത്രിയെ ചവിട്ടിക്കൂട്ടിയെടുത്ത് കടലിലേക്ക് എറിയുമെന്ന് പ്രഖ്യാപിച്ചയാൾ യതീഷ് ചന്ദ്രയെ തൃശ്ശൂരിൽ കാലുകുത്താൻ അനുവദിക്കില്ല. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു, തൃശ്ശൂരിൽ കാലുകുത്താൻ അനുവദിക്കില്ല. എന്നുവെച്ചാൽ തൃശ്ശൂർ പട്ടണവും തൃശ്ശൂർ ജില്ലയും ഇദ്ദേഹത്തിനേതോ കല്യാണ വഴിയിൽ കിട്ടിയ സ്വത്താണെന്ന് തോന്നുന്നു. ഭാര്യയ്ക്ക് സ്ത്രീധനമായിട്ടേ കിട്ടിയ സ്വത്താണെന്നുള്ള മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ അന്നത്തെ പ്രഖ്യാപനം വന്നത്. ഒരു പോലീസ് ഓഫീസറെ തൃശ്ശൂരിൽ കാലുകുത്താൻ അനുവദിക്കില്ല. എനിക്കറിയില്ല രാധാകൃഷ്ണന് ഈ കല്യാണ സന്ദർഭത്തിൽ തൃശ്ശൂർ കൂടെ എഴുതി കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. അമ്മായിയപ്പൻ ആ മട്ടിലാണ് പറഞ്ഞത്. അദ്ദേഹം ഇന്നലെ പരിതപിക്കുന്നത് കണ്ടു. എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, എന്നെ ICയിൽ പ്രവേശിപ്പിച്ചു. ഞാൻ നോക്കുമ്പോൾ ഏതോ ഒരു ചാനലിൽ ഞാൻ കണ്ടൊരു കാഴ്ചയാണ്. ഞാൻ നോക്കുമ്പോഴത്തേക്ക് രണ്ട് വശത്തും 2 മൃതദേഹങ്ങൾ കിടക്കുകയാണ്. അതിൻ്റെ മധ്യത്താണ് എന്നെ കൊണ്ട് കിടത്തിയതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എന്തൊരു പാർട്ടിയാണിത്. ഇവരോട് എന്ത് ചർച്ച ചെയ്യാനാണ്? ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് ചർച്ച, എന്താ ചർച്ച ചെയ്യേണ്ടത്? ഞങ്ങൾ എന്താണ് ഇവരോട് ചർച്ച ചെയ്യേണ്ടത്? വേറെ പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യാനില്ലല്ലോ. ശബരിമലയിൽ വേറെ വിഷയങ്ങളൊന്നുമില്ല. എന്ത് ചർച്ച ചെയ്യണമെന്നാണ് അവർ പറയുന്നത്? ഇവർക്ക് ശബരിമലയെ തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അത് അവർ പരസ്യമായിട്ട് തന്നെ പറഞ്ഞു. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, നമുക്ക് ഇപ്പോൾ രംഗത്ത് വരണം എന്നുള്ളത് അവർ പരസ്യമായിട്ട് തന്നെ പറഞ്ഞു. അപ്പോൾ അതിൽ യഥാർത്ഥത്തിൽ അവർ കാലിടറി വീണിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ പ്രശ്നങ്ങളുടെ വസ്തുതകൾ ജനങ്ങൾ ബോധ്യപ്പെട്ട് സമരം സമ്പൂർണ്ണമായിട്ട് പൊളിഞ്ഞുപോയി. ആ പശ്ചാത്തലത്തിലാണ് കിട്ടുന്ന ഏതു വടിയും എടുത്ത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഇന്ന് BJP നടത്തുന്നത്. BJP ഈ നെറുകേടിൽ നിന്ന് പിന്മാറണം. കേരളത്തിലെ ജനങ്ങളോട് BJP യുദ്ധമരുത്. ജനങ്ങൾ ഇത്തരത്തിലൊരു കുറ്റവും ചെയ്തിട്ടില്ല. ഈ അഹങ്കാരവും ഈ ധിക്കാരവും ഈ മര്യാദകേടും ഒക്കെ അവസാനിപ്പിക്കാനായിട്ട് BJP തയ്യാറാവണം. അതാ ഇവിടെ ഇനി അയാളോട് രഹസ്യമായിട്ട് വല്ലതും പറഞ്ഞു എന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് ഓതൻറ്റിക്കായിട്ടുള്ള കാര്യമാണല്ലോ വേണ്ടത്. ചേട്ടൻ മരിക്കുന്നതിന് മുമ്പ് അനിയനോട് ചെവിയിൽ എന്ത് പറഞ്ഞു എന്നുള്ളതിനേക്കാൾ പ്രധാനമെന്ന് പറയുന്നത് മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിൽ, ഡോക്ടറുടെ സാന്നിധ്യത്തിൽ അയാൾ എന്ത് പറഞ്ഞു എന്നുള്ളതാണ്. BJPയുടെ നേതാക്കന്മാർ ഏത് വൃത്തികേടും കാണിക്കാൻ മിടുക്കന്മാരാണ്. ആ പാവങ്ങളാണ് അവർ. ചുമട്ടുതൊഴിലാളി അവിടെ പാചകത്തിന് പോകുന്ന ഒരുത്തിന് വല്ലതും ചില്ലറ വെച്ച് കൊടുത്തിട്ടുണ്ടാവും. കാശ് കൊടുത്തിട്ടാണല്ലോ കാര്യങ്ങളെല്ലാം തന്നെ സാധിക്കുന്നവർ. വോട്ട് വിലയ്ക്ക് മേടിക്കാൻ ശ്രമിക്കുന്നത് പോലെ, മനുഷ്യനെ വിലയ്ക്ക് മേടിക്കാൻ ശ്രമിക്കുന്ന പോലെ, അഭിപ്രായത്തെ വിലയ്ക്ക് മേടിക്കാൻ ശ്രമിക്കുന്നത് പോലെ പാവപ്പെട്ടവരെ സ്വാധീനിച്ചിട്ടുണ്ടാവും. അവിടെ ഈ ചേട്ടനും അളിയനും ഒഴിച്ചുള്ള ഏതാളുകളോട് നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഇവിടെ നിന്ന് ഒരു 8-10 കിലോമീറ്റർ ദൂരമല്ലേ ഉള്ളൂ, ഒരുപാട് ദൂരമൊന്നുമില്ലല്ലോ. അവിടെ പോയി ആരോട് ചോദിച്ചാലും പറയും
ഇയാൾ അമ്പലത്തിൽ പോകുന്നവനെയല്ല, അവിടെ ഒരു ശാസ്ത്ര ക്ഷേത്രമുണ്ട്, അതിൻ്റെ നടയിലിരുന്ന മറ്റു പരിപാടികളാണ് അയാൾക്കുള്ളത്. അതിൽ ഒരിക്കലും അമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറില്ല. അയാളൊരു പാവം മയക്ക് പറയുന്നില്ല, 2 കല്യാണം കഴിച്ച് 2 എണ്ണത്തിനും കളഞ്ഞ് അങ്ങനെ നടക്കുന്ന ഒരുത്തനാ. അങ്ങനെയുള്ള ഒരുത്തൻ്റെ സ്വയം ഹത്യയ്ക്ക്, ആത്മഹത്യയ്ക്ക് ഈ ഒരു സംസ്ഥാനത്തെ ഇങ്ങനെ ജനങ്ങളെ 3.5 കോടി ആളുകളെ ഇങ്ങനെ കൈകാര്യം ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് BJP നേതൃത്വം ആലോചിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജനങ്ങൾ തള്ളിക്കളഞ്ഞ ഒരു ഹർത്താലാണിത്. പിന്നെ കടകൾ അടഞ്ഞു കിടക്കുന്നില്ലേ, ബസ് ഓടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഹർത്താലിൻ്റെ മറവിൽ അക്രമം നടത്തി അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിക്കുന്നതെന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവർ കടകളെല്ലാം അടച്ച് തങ്ങളുടെ പ്രതിഷേധം അമർത്തി ഇങ്ങനെ സൂക്ഷിക്കാൻ വേണ്ടി തയ്യാറാവുന്നത്. എന്താ ഞാൻ നിശ്ചയമായിട്ടും ശശികലയ്ക്ക് എതിരായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ അവിടെ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതായത് ശശികല അവസാനം പറഞ്ഞത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, അതും അവർ സൃഷ്ടിച്ചതാണെന്നാണ്. എനിക്ക് ആകെ അത് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ലിപ് മൂവ്മെൻറ്റും വർത്തമാനവും ഒക്കെ കൂടെ കേട്ടപ്പോഴത്തേക്ക് അത് ആർട്ടിഫിഷ്യലായിട്ട് സൃഷ്ടിച്ചതാണെന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്, ശാസ്ത്രീയമായിട്ട് പരിശോധനയ്ക്കാകട്ടെ. ഇനി അങ്ങനെ തന്നെ അത് തന്നെ സംബന്ധിച്ചാലും ശരി, അങ്ങ് ദേവസ്ഥാനത്ത് അവിടുത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്നാണെങ്കിൽ പോലും ഞാൻ പറയുകയാണ്, കേരളത്തിലെന്നല്ല ഇന്ത്യയിലെന്നല്ല ലോകത്തൊരിടത്തും ഒരു ഹൈന്ദവ ക്ഷേത്രത്തിലും ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഹൈന്ദവരല്ലാതെ ആരും ഇടപെടുന്നില്ല എന്നുള്ളതാണ്. ഇനി അമേരിക്കയിൽ ക്രിസ്ത്യാനികളാണല്ലോ കൂടുതൽ. നമ്മൾ അമേരിക്കയിൽ പോയി നോക്ക്, അവിടെ ഒരു ഹിന്ദു ക്ഷേത്രമുണ്ടെങ്കിൽ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ തന്നെയാകും അവിടുത്തെ പൂജാരിമാരും പരികർമ്മികളും എന്ന് പറയുന്നത്. ഒരു ഹൈന്ദവ ക്ഷേത്രത്തിലും ഒരു ക്രിസ്ത്യാനിയും പണിയെടുക്കുന്നില്ല. പച്ചക്കള്ളം, പച്ച നുണ, ജനങ്ങളെ മതപരമായിട്ട് ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വിഷലിപ്തമായിട്ടുള്ള പ്രചരണം, അതാണ് ശ്രീമതി ശശികല നടത്തിയത്. ഉറച്ചു നിൽക്കുന്നുവെന്ന് മാത്രമല്ല, അവർക്കെതിരെ നമ്മുടെ സംസ്ഥാനത്ത് ഈ വർഗീയമായിട്ടുള്ള ചേരിതിരിവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനെതിരായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അവർ 1 കോടി രൂപയാണ് നഷ്ടപരിഹാരം ചോദിച്ചിട്ടുള്ളത്. ആ കേസ് ഗൗരവത്തോടു കൂടി ഞാൻ ഏറ്റെടുക്കുകയാണ്. ചന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. രൂക്ഷമായ വിമർശനമാണ് BJPയുടെ ഹർത്താലിനെതിരെയും BJPയുടെ നടപടിക്കെതിരെയും കടകംപള്ളി മുന്നോട്ട് വച്ചിരിക്കുന്നത്. BJP കിട്ടുന്ന ആളുകളെയൊക്കെ ബലിദാനികളാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ജനങ്ങൾക്കെതിരെ BJP നടത്തുന്ന ഈ നെറികേടിൽ നിന്ന് അവർ പിന്മാറണം. എന്ത് വിഷയത്തിലാണ് BJPയോട് ചർച്ച നടത്തേണ്ടത് എന്നാണ് കടകംപള്ളി ചോദിച്ചത്. കാരണം ഒരു മാന്യതയും ഇല്ലാത്ത ഒരു പ്രസ്ഥാനമായി അവർ മാറിയിരിക്കുന്നു. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം ആളുകളോട് എങ്ങനെ, എന്ത് വിഷയത്തിൽ ചർച്ച ചെയ്യണമെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ വേണുഗോപാലൻ നായരുടെ മരണമൊഴി അടക്കം പുറത്തു വന്ന ഒരു സാഹചര്യം നമ്മളുടെ മുമ്പിലുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എന്തിനാണ് ഇന്നത്തെ ഹർത്താൽ എന്ന് അവർ മറുപടി പറയേണ്ടിയിരിക്കുന്നു. ജനങ്ങൾക്ക് നേരെ നടത്തുന്ന ഈ നെറികേടുകൾ അവസാനിപ്പിക്കേണ്ട സമയം ആയിരിക്കുന്നു എന്നാണ് BJPയോട് കടകംപള്ളി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ AN രാധാകൃഷ്ണനെതിരെ രൂക്ഷമായ പരിഹാസമാണ് കടകംപള്ളിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം ശശികലയ്ക്കെതിരായ കേസിൽ അതിന്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയും കടകംപള്ളി ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. തിരികെ ഇടവേളയ്ക്ക് ശേഷം